എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് വഖഫ് നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംഘടനകളായ സോളിഡാരിറ്റി ആൻഡ് SIO ഈ രണ്ട് സംഘടനകളും കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലോട്ട് ഒരു മാർച്ച് നടത്തി. ഈ എയർപോർട്ട് എന്ന് പറയുന്നത് ശരിക്കും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷ ഒരു ഏരിയയാണ്, ഹൈലി സെൻസിറ്റീവ് ഏരിയയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് എന്തുകൊണ്ട് മാർച്ച് സംഘടിപ്പിച്ചു? നമുക്കറിയാം, ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ കൂടുതലും, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരം സംഘടിപ്പിക്കുമ്പോൾ കൂടുതലും പോസ്റ്റ് ഓഫീസ്, അങ്ങനെ BSNL ഓഫീസ്, അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽപ്പെടുന്ന ഓഫീസുകളൊക്കെയാണ് മാർച്ച് നടത്തുന്നത്. പക്ഷേ ഇതാദ്യമായിട്ടാണ്, ഇന്ത്യയുടെ ഒരു സമര ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതാദ്യമായിട്ടാണ് എയർപോർട്ടിലോട്ടൊരു മാർച്ച് നടത്തുന്നത്, അത് കോഴിക്കോട് കരിപ്പൂരിലോട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ആ മാർച്ചിൽ പങ്കെടുത്ത ആൾക്കാരുടെ വേഷവിധാനങ്ങളും അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു? അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട, അതായത് താടി മാത്രമേ ഉള്ളൂ, മീശയൊന്നും ഇല്ലാത്ത ആൾക്കാർ, അതായത് ഓഫ് കോഴ്സ് അവരെല്ലാവരും മുസ്ലിം യുവാക്കളായിരുന്നു, പ്രത്യേകിച്ച് യുവാക്കളായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു 20-25 ആ ഒരു പ്രായം തോന്നിക്കുന്ന യുവാക്കളായിരുന്നു ആ സമരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് സമരം നടത്തുമ്പോൾ, ഇപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യം വിട്, കേരളത്തിൽ എവിടെയും ഒരു സമരം നടത്തുമ്പോൾ, മാർച്ച് നടത്തുമ്പോൾ എന്താണ്, പെർമിഷൻ എടുക്കണം, പോലീസിന് പെർമിഷൻ എടുക്കണം. അറ്റ്ലീസ്റ്റ് 24 മണിക്കൂർ മുന്നേ പെർമിഷൻ എടുക്കണം. അതായത് എവിടുന്ന് എവിടത്തേക്കാണ്, ഏകദേശം എത്രത്തോളം ആൾക്കാർ പങ്കെടുക്കുന്നു. അപ്പോൾ പോലീസിന് എന്താണെന്നറിയോ, ഇതനുസരിച്ച് സെക്യൂരിറ്റി സംവിധാനങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പോലീസ് അന്വേഷിക്കണം, എന്നാലേ പോലീസിന് പെർമിഷൻ കിട്ടൂ. അപ്പോൾ പോലീസ് അന്വേഷിച്ച് പെർമിഷൻ കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ എന്താ പറയുക, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഈ ഒരു നിയമമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പെർമിഷൻസ് ഒന്നും ഇവരെടുത്തില്ല. പിന്നെ അതുമാത്രമല്ല, വളരെ ഗുരുതരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലുയർത്തിയ ബാനേഴ്സും വിളിച്ച മുദ്രാവാക്യങ്ങളും ഹൈലി ആൻറ്റി നാഷണൽ. അതായത് ശരിക്കും ഒരു മാർച്ചല്ല, എയർപോർട്ടിലേക്കുള്ളൊരു മാർച്ചല്ല, വഖഫ് നിയമം പിൻവലിക്കാൻ വേണ്ടിയൊരു മാർച്ചല്ല. ഇത് ശരിക്കും ഈ മാർച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു എയർപോർട്ട് അറ്റാക്കായിട്ട് കണക്കാക്കാം. വളരെ ഗുരുതരമായ കാര്യമാണ്. ഇതൊരു എയർപോർട്ട് അറ്റാക്കായിട്ട് കണക്കാക്കാം. ഇതിലുയർത്തിയ ബാനേഴ്സ് എന്തൊക്കെയാണെന്നറിയാം? സയ്യിദ് കുത്തുബ്, പിന്നെ ഹസനുൽ ബന്ന, ഈ രണ്ടാൾക്കാരും ഈജിപ്തിൽ രൂപം കൊണ്ട മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപക നേതാക്കന്മാരാണ്. നമുക്കറിയാം, ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊന്നൊടുക്കിയ ആൾക്കാരാണ്, അന്താരാഷ്ട്ര കുറ്റവാളികളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ എന്തിനാണ് വഖഫ് നിയമത്തിൽ ഇവരുടെ പോസ്റ്ററുകൾ എന്തിനാണ് വഖഫ് നിയമം പിൻവലിക്കാൻ വേണ്ടി ഉയർത്തുന്നത്? ഇപ്പം നമുക്കറിയാം, തൃത്താലയിൽ അവിടെ ഒരു ദേശത്തിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഈ മുസ്ലിം തീവ്രവാദികൾ, ഇസ്ലാമിക ജിഹാദികൾ, ഇസ്ലാമിക ജിഹാദികൾ, ഹമാസിൻ്റെയും ഹിസ്ബുള്ള നേതാക്കന്മാരെയൊക്കെ ഇത് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരുന്നു ഇവിടെ. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്തുകൊണ്ട് കേരള സമൂഹം നല്ല രീതിയിൽ ചർച്ച ചെയ്തില്ല. അപ്പോൾ ചർച്ച ചെയ്തില്ലെങ്കിൽ അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തിയില്ല. ശരിക്കും ഇവിടുത്തെ മുസ്ലിം സമൂഹം തന്നെയാണ് ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ടത്. പക്ഷേ അവരൊക്കെ രഹസ്യമായി ഇതിനെ പിന്തുണക്കുന്നു. ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദികളാണ് ഇവർക്ക് അവരുടെ റോളാണ് കേരളത്തിലെ മിക്ക മാധ്യമ പ്രവർത്തകരും കഴിയുന്നത്. അപ്പോൾ ഇതിനെതിരെയൊന്നും ഒരക്ഷരം പ്രതികരിക്കാൻ പറ്റില്ല. കേരളത്തിൽ 1-2 ചാനലുകൾ ഒഴിച്ച് ഈ തൃത്താലയിൽ നടന്ന ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ആ ഒരു സംഭവം ചർച്ച ചെയ്തിട്ടുണ്ടോ? 1-2 മീഡിയ ഒഴിച്ച് ബാക്കി ആരും ചർച്ച ചെയ്തിട്ടില്ല. അതിന് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇത് ശരിക്കും ഇസ്ലാമിക സമൂഹം കുറച്ച് ആൾക്കാർ ചെയ്യുന്നതിൻ്റെ തെറ്റ് അനുഭവിക്കുന്നത് കൂടുതലും പഴി കേൾക്കുന്നത് ഇസ്ലാം സമൂഹം മൊത്തത്തിലാണ്. പക്ഷെ അവർക്കും അതിന് പരാതിയില്ല. അവരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല. ഒരാൾ പോലും പ്രതികരിച്ചില്ല. എല്ലാവരും സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അതിന് സപ്പോർട്ടായിരുന്നു. ഇതേ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കരിപ്പൂർ എയർപോർട്ടിൽ നടന്ന മാർച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. അത് വളരെ ഗുരുതരമായൊരു തെറ്റാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കേരളത്തിൽ ഇൻ്റലിജൻസിനോട് ഒന്നും ചോദിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കേന്ദ്രം നേരിട്ടാണ് ഓപ്പറേഷൻ. കേരളത്തിൽ എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം നടന്നു കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ അടുത്തോ കേരള ഇൻ്റലിജൻസിൻ്റെ അടുത്തോ ഇപ്പോൾ റിപ്പോർട്ട് ചോദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെയെന്ന് വെച്ചാൽ പച്ച വെളിച്ചത്തിൻ്റെ ആൾക്കാരാണ്. ഈ പച്ച വെളിച്ചം PFIയുടെ ആൾക്കാർ എല്ലാ വിവരങ്ങളും ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നതെല്ലാം, അതായത് ഈ കരിപ്പൂർ എയർപോർട്ട് മാർച്ച് ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോപ്പുലർ ഫ്രണ്ട് ഓർഗനൈസ് ചെയ്യുന്നതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ പ്രവർത്തകർ, തീവ്രവാദികൾ പല സംഘടനകളും കയറിയിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോലീസിലായാലും ഇൻ്റലിജൻസ് ആയാലും കേരളത്തിലെ എല്ലാ മിഷനറീസിലും ഇപ്പോൾ പച്ച വെളിച്ചമുണ്ട്. ആ പച്ച വെളിച്ചം ഒരു തരത്തിലും എല്ലാ സംഭവങ്ങളും ലീക്കാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രം നേരിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നേരിട്ടാണ് അന്വേഷിക്കുന്നത്. പോലീസിനെ വിവരം അറിയിക്കുക പോലും ചെയ്തില്ല. നമുക്കറിയാം, ഇപ്പം ഇവിടെ PFI നിരോധന സമയത്ത് PFI നിരോധന സമയത്ത് കേരള ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനെ പോലും അറിയിച്ചില്ല. കേരള പോലീസിനൊന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ നിന്ന് നേരെ NIA ഉദ്യോഗസ്ഥർ CRPF ജവാന്മാരുമായിട്ട് വരുന്നു, ഫുൾ ലോഡഡ് AK-47 തോക്കുമായിട്ട് വന്നിട്ട് ഈ ഫ്ലൈറ്റ് ഇതൊക്കെ ആയിട്ട് വരുന്നു. നേരെ ഇവന്മാർ വീട്ടിലോട്ട് വന്ന് കിടക്കയിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ടുമാണ്.
ഡൽഹിയിലെത്തിയതിനു ശേഷം അവിടുത്തെ നാഷണൽ മീഡിയ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തതിന് ശേഷമാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ പോലും പറയുന്നത്. അത്ര പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സംസ്ഥാനത്തെ ഒരു ആഭ്യന്തര മന്ത്രാലയമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ സമസ്ത മേഖലയിലും ഈ PFIക്കാർ, ഇസ്ലാമിക ജിഹാദികൾ എല്ലാം ചോർത്തും, എല്ലാ വിവരം ചോർത്തും. നമുക്കറിയാം പോലീസിൻ്റെ ഡാറ്റാബേസ് എന്നൊക്കെ ഈ ഇവിടുത്തെ RSSകാരും BHP പ്രവർത്തകരെയൊക്കെ ഡീറ്റെയിൽസും, അതായത് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെയൊക്കെ ഡീറ്റെയിൽസും, എല്ലാ ഡീറ്റെയിൽസും ഡാറ്റാബേസ് മൊത്തം അടിച്ച് എന്താ പറയുക പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ചോർത്തിയ ആൾക്കാരാണ് കേരള പോലീസിൽ. അപ്പോൾ ഒരു തരത്തിലും ഇവർ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് ഇപ്പോൾ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ടേബിളിൽ ഇതിൻ്റെ വിവരങ്ങൾ വ്യക്തമായ ഡീറ്റെയിൽസ് എത്തിയിട്ടുണ്ട്. ആരാണ് ഇത് പുറകിലെന്ന്. ശരിക്കും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. എന്താ പറയുക, അവരെ ഭീകരവാദികൾ പല സംഘടനയും നുഴഞ്ഞു കയറി അവരാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ CA NRC മോഡൽ പ്രക്ഷോഭം രാജ്യവ്യാപകമായിട്ട് നടത്തണം. ഇപ്പോൾ വഖഫിൻ്റെ പേരിൽ ഓൾറെഡി കേന്ദ്രത്തിന് അറിയാം ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ എന്താ പറയുക ഇന്ത്യയിൽ ഉണ്ടാകുന്നു. പക്ഷേ അത് കേന്ദ്രം ഉദ്ദേശിച്ച രീതിയിൽ, അതായത് ഈ ഇസ്ലാമിക ഭീകരവാദികൾ ഉദ്ദേശിച്ച രീതിയിൽ അത് നടത്താൻ പറ്റിയില്ല. കേരളത്തിലെ പിക്ചർ നോക്കണ്ട, കേരളത്തിലെ വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങൾ മുസ്ലിങ്ങളൊക്കെ ഈ ബില്ലിനെ അനുകൂലിക്കുക ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചിത്രം വ്യക്തമാണ്. അപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ, പോപ്പുലർ ഫ്രണ്ട് ഉദ്ദേശിച്ച രീതിയിൽ ഈ വഖഫ് പ്രക്ഷോഭം, വഖഫ് നിയമത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബീഹാറിലും ബംഗാളിലൊക്കെ കുടുംബിരി കൊണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ PFIക്കാർ. അപ്പോൾ അതിൻ്റെ പുറകിൽ തന്നെ ഇവരൊക്കെയാണെന്നില്ല വ്യക്തമായ ഡീറ്റെയിൽസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, മുമ്പ് ഡൽഹിയിൽ CA NRC സമരം നടക്കുമ്പോൾ നരേന്ദ്രമോദി അമിത്ഷായും കുറച്ച് ഡിലേ ഇട്ടു. അത് ഒരു സ്ട്രാറ്റജി ആയിരുന്നു അവരെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറകെയുള്ള എല്ലാവരെയും കൊണ്ടുവരിക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചിലപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ദേശിക്കുന്നുണ്ടാവും, ആഭ്യന്തര മന്ത്രാലയം ഉദ്ദേശിക്കുന്നുണ്ടാവും. അതായത് ഒന്ന് ഡിലേ ഇട്ടിട്ട് ഇതിൻ്റെ പുറകിലൊക്കെ ആരെങ്കിലും ഇനിയും പുറത്തു വരാനുള്ള ശക്തികളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആഭ്യന്തരമന്ത്രി ഡിലേ ഇടാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ മാത്രമേ ഇവർ അടിവേരിതുണ്ടോ മാളത്തിൽ വിളിച്ച് എല്ലാവരും പുറത്തു കൊണ്ടുവരാൻ അത് സഹായിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഇവിടെ നടന്ന കരിപ്പൂർ എയർപോർട്ടിൽ നടന്നൊരു മാർച്ച് അതീവ ഗുരുതരമാണ്. ഒരു ചില്ലറ കേസല്ല. ഇത് ഭാവിയിലുണ്ടല്ലോ, ഇതൊരു ടെസ്റ്റ് ഡോസാണെന്നാണ് പറയുന്നത്. ടെസ്റ്റ് ഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇനിയിപ്പോൾ ഇത്ര നാളും നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇത്ര നാളും കണ്ടത് പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ്, BSNL ഓഫീസ് മാർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു മാർച്ച്, റെയിൽവേ സ്റ്റേഷൻ ഉപരോധം, ഇതൊക്കെയായിരുന്നു കണ്ടത്. പക്ഷെ അതിൻ്റെ ഇത് മാറി. ഇന്ന് എന്താ പറയേണ്ടത്, എയർപോർട്ടിലോട്ട് ഇത് ടെസ്റ്റ് ഡോസ് ആണെന്ന് പറയാൻ കാരണം എന്ന് അറിയോ, ഇന്ന് അവർ എയർപോർട്ടിലോട്ട് മാർച്ച് നടത്തും. നാളെ എന്താ പറയേണ്ടത്, ഇവിടുത്തെ ആർമി, അങ്ങനെയുള്ള ഓരോ സംസ്ഥാനത്തും ആർമി റിലേറ്റഡ് സംഭവങ്ങളുണ്ടല്ലോ, ആർമി ക്യാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നേവൽ ഓഫീസ്, നേവൽ ക്യാമ്പ്, ആർമി ഓഫീസ്, എയർഫോഴ്സിൻ്റെ ഇത്. അപ്പോൾ ഇതിലോട്ടൊക്കെ നാളെ തൊട്ട് ഇവർ മാർച്ച് നടത്താൻ തുടങ്ങും. അതായത് ലക്ഷ്യം ഒന്ന് തന്നെ, ഇവരൊക്കെ എന്താ പറയേണ്ടത്, ഇനി അവരുടെ ടാർഗറ്റ് ഇത്തരത്തിലുള്ള സ്ഥലത്തേക്കായിരിക്കും. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. അത് കേരളത്തിൽ അവർ പരീക്ഷിച്ച് നോക്കിയാണ്. അവർക്ക് സ്വാധീനമുള്ള, പ്രത്യേകിച്ച് കരിപ്പൂരൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിലും ഇസ്ലാമിക ജിഹാദികൾക്കൊക്കെ നല്ല പേരുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കരിപ്പൂർ തിരഞ്ഞെടുത്തത്. ആദ്യം മാർച്ചായിരിക്കും, പിന്നീട് അത് അറ്റാക്കായിട്ട് മാറും. ഒരു ചാവേർ ആക്രമണമൊക്കെ ആയിട്ട് മാറുന്ന തരത്തിലേക്ക് അവർക്കത് ഭാവിയിൽ മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണെന്ന്. എന്ത് തന്നെയായാലും കേരള പോലീസിൻ്റെ അടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഇത്തരം വിവരങ്ങൾ ശേഖരിച്ച് അമിത്ഷായുടെ ടേബിളിൽ എത്തിയിരിക്കുന്നത്. ഇനി ബാക്കി കാര്യം അമിത്ഷാ തീരുമാനിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താവുമെന്ന്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.